ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം വെക്കേഷനാണ് വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഓണം വെക്കേഷനും ഓണവും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. നല്ലപോലെ സദ്യയൊക്കെ കഴിച്ച് അല്ലേ, ഓണം ഫാമിലിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുക. ഓക്കെ, എൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓഗസ്റ്റ് 31 വരെയാണ് നിങ്ങളുടെ ഓണം വെക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ഇതിനിടയിൽ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു, ഇതൊന്നും ആലോചിച്ച് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് നമ്മൾ വിചാരിച്ചതുപോലെ പോയാലും പോയില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കുറേ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ടേംസിലൊക്കെ എങ്ങനെ നല്ല ബെസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് എങ്ങനെയായിരിക്കും, ഈ ടെൻഷൻസ് ഒക്കെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ മക്കൾ മാറ്റിയൊക്കെ വെച്ച് നല്ലപോലെ എല്ലാവരും ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം.